ഇസ്രായേലിൽ ഇസ്രയേൽ പട്ടണത്തിൽ നാബോത്ത് എന്നൊരു മനുഷ്യൻ തന്റെ പിതാക്കന്മാരുടെ മുന്തിരിത്തോട്ടം സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അവന്റെ തോട്ടം രാജാവിന്റെ അരമനയ്ക്ക് സമീപമായിരുന്നു. ഒരു ദിവസം രാജാവ് ആഹാബ് ആ മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ അത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരൂ. അതിനു പകരം ഞാൻ നിനക്ക് നല്ലൊരു തോട്ടം നൽകാം. എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ വിറ്റുകൊടുക്കുകയില്ല, മഹാരാജാവേ. നാബോത്തിന്റെ മറുപടി കേട്ട രാജാവ് ആഹാബ് അത്യന്തം വിഷണ്ണനായി. എനിക്ക് ആ തോട്ടം വേണം, പക്ഷേ അവനത് തരുന്നില്ല. അവന്റെ അവസ്ഥ കണ്ട യെസേബേൽ ഒരു കപട പദ്ധതി ആലോചിച്ചു. നീ രാജാവല്ലേ, ഞാൻ അത് നിനക്കായി നേടിക്കൊടുക്കാം. യെസേബേൽ പട്ടണത്തിലെ മൂപ്പന്മാർക്ക് കത്തയച്ചു നാബോത്തെ കുറ്റക്കാരനാക്കാൻ നിർദ്ദേശിച്ചു. ഇവൻ ദൈവത്തെയും രാജാവിനെയും ശപിച്ചു. ഇവൻ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചുമാണ്. ഇവനെ കല്ലെറിയണം. വ്യാജസാക്ഷികൾ നാബോത്തിനുമേൽ കള്ളാരോപണം നടത്തി ജനങ്ങൾ അവനെ നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. അപ്പോൾ യഹോവയുടെ വചനം പ്രവാചകൻ ഏലിയാവിന് വന്നു. നീ കൊല ചെയ്തു, കൂടാതെ അവന്റെ തോട്ടവും സ്വന്തമാക്കിയോ? നീ ചെയ്ത പാപത്തിന് ദൈവത്തിന്റെ വിധി വരും. ഞാൻ യഹോവയുടെ മുമ്പാകെ പാപം ചെയ്തു. ആഹാബ് തന്റെ വസ്ത്രങ്ങൾ കീറി ദുഃഖത്തിൽ നടന്നു. ദൈവം നീതിമാനാണ്. കാലം കഴിഞ്ഞപ്പോൾ യുദ്ധഭൂമിയിൽ ആഹാബിന് അമ്പേറ്റു സൂര്യൻ അസ്തമിക്കുമ്പോൾ രാജാവ് മരിച്ചു. അപ്പോൾ വേട്ടനായ്ക്കൾ ആ സ്ഥലത്തേക്ക് എത്തി. ദൈവത്തിന്റെ വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റപ്പെട്ടു. മനുഷ്യന്റെ ദുഷ്ടത അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുകയില്ല.